ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, നല്ല ചെടിയും കളയും ഒരുമിച്ച് വളരട്ടെ എന്ന യേശുനാഥൻ്റെ വിചിത്രമായ ഉപമയുടെ അർത്ഥം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു. വിതക്കാരൻ്റെ ഉപമയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വയലിലെ കളകൾ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമെന്ന് ശിഷ്യന്മാർ അടുത്തു വന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ അനുസരിച്ചുള്ള പ്രതികരണം ആകണമെന്നില്ല നമ്മുടെ ചുറ്റിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും സംഭവിക്കുന്നതെന്ന തിരിച്ചറിവാണ് ഈ ഉപമ മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനം. നമ്മുടെ സദുദ്ദേശങ്ങൾക്ക് മീതെ ശത്രുവിൻ്റെ ദുരുദ്ദേശങ്ങളുടെ കരിനിഴൽ ഉയരാം. സാരമില്ല, അതിനെ അവിടെ തന്നെ അല്പകാലത്തേക്ക് തുടരാൻ അനുവദിക്കുക. അവസാന വിധിനാളിൽ നന്മകൾ വീണ്ടെടുക്കപ്പെടുകയും തിന്മ സമൂലം ദഹിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നത് സുനിശ്ചിതമാണ്. അമിതാവേശങ്ങളുടെ എടുത്തുചാട്ടങ്ങൾക്കിടയിൽ ചിലപ്പോൾ നന്മയുടെ അംശം നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ളതുകൊണ്ട് വിവേകപൂർവകമായ തീരുമാനങ്ങൾ ആവശ്യമാണ്. കളയും വിളയും ഏതെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ശിഷ്യത്വത്തിൻ്റെ വഴിയിലെ അനിവാര്യതയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നന്മയായിരിക്കും ആത്യന്തിക വിജയം നേടുക എന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. തിന്മ വിജയിച്ചുവെന്ന്, സത്യം തോൽപ്പിക്കപ്പെട്ടുവെന്നും നനയ്ക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാം. അവിടെയൊന്നും പതറുകയോ പിന്തിരിയുകയോ ദൈവത്തെ പഴിചാരുകയോ അരുത്. നീതിയും സത്യവും നന്മയും മാത്രമേ നിത്യകാലം നിലനിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയാണത്. ദൈവം എന്തുകൊണ്ട് ഭൂമിയിൽ നന്മയോടൊപ്പം തിന്മ നിലനിൽക്കാൻ അനുവദിക്കുന്നു എന്ന ചോദ്യം പല രൂപങ്ങളിൽ, ഭാവങ്ങളിൽ, സാഹചര്യങ്ങളിൽ മനുഷ്യഹൃദയങ്ങളിൽ ഉയർന്നു വരാറുണ്ട്. കളകളുടെ ഉപമ അതിന് കൃത്യവും വ്യക്തവുമായ വിശദീകരണവും ഉത്തരവും നൽകുന്നുണ്ട്. മനുഷ്യരുടെ തിടുക്കങ്ങളേക്കാൾ ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് കൂടുതൽ അർത്ഥവ്യാപ്തിയും ഉന്നതിയുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മാനുഷികമായ വിധികൽപ്പനകൾ എല്ലാം തന്നെ പരിമിതികളിൽ മെനയപ്പെട്ട തമോഗർത്തങ്ങളാണ്. ചുറ്റുമുള്ളവരുടെ കരഘോഷങ്ങളോ നിരാസങ്ങളോ അല്ല. എല്ലാം അറിയുന്ന, എല്ലാം അളക്കുന്ന ഗുരുവിൻ്റെ മൊഴികളാണ് ശ്രേഷ്ഠം. അതിരുകളുടെ വരകൾ കോറിയിട്ട് പലരെയും അകറ്റി നിർത്താനും പിഴുതെറിയാനും നശിപ്പിക്കാനുമാണ് മനുഷ്യൻ്റെ സഹജഭാവം. എന്നാൽ മനുഷ്യരിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടമാകാത്ത ദൈവം ഹൃദയപൂർവ്വം കാത്തിരിക്കുകയാണ് അവസാന നാളിലേക്ക്. നന്മ തിന്മകളെ വേർതിരിക്കൽ അത് സ്വർഗത്തിൻ്റെ മാത്രം തീരുമാനമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.